ബാക്ക് ടു AR ട്രാവലാണ്. നമ്മളിന്നുള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് താജ് ഹോട്ടലിലാണുള്ളത്. നമ്മളെ ബജാജ് EV വീഗോ എന്ന് പറയുന്ന 9018 എന്ന ഏറ്റവും വലിയൊരു വാഹനം, പുതിയൊരു വാഹനം, 296 കിലോമീറ്റർ റേഞ്ചുള്ള ഏറ്റവും വലിയൊരു വാഹനം ഇന്ന് ഇന്ത്യയിൽ തന്നെ ഓട്ടോറിക്ഷ മേഖലയിൽ ഒരു കമ്പനിക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ റേഞ്ചുള്ളൊരു വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലോഞ്ചിങ്ങാണ് ഇന്ന് കോഴിക്കോട് താജ് ഹോട്ടലിൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നത്. അപ്പോൾ ആ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ അധികം വലിച്ചിട്ടില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ ഹലോജനിന് വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ബോഡിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത്. വീഗോ എന്ന് പറയുന്ന ബാഡ്ജിങ് ഇവിടെ ഉണ്ട്. ഇവിടെ അതേപോലെ തന്നെ ചെറിയൊരു ബ്ലീഡിങ്, ബ്ലാക്കിലെ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ഇനി ഇൻറ്റീരിയറിനകത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റ് നോക്കുകയാണെങ്കിൽ വളരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിങ്ങിനകത്ത് നമ്മളെ ഗോഗോനകത്ത് കാണുന്ന അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഹാൻഡിലിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. പിന്നെ മീറ്റർ കൺസോൾ നോക്കുകയാണെങ്കിൽ മീറ്റർ കൺസോളിനകത്ത് പ്രധാനപ്പെട്ടുള്ള ഇൻഡിക്കേഷൻസ് കാര്യങ്ങൾ, ഹസാർഡ് ഇൻഡിക്കേറ്റേഴ്സ്, അതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക്, അതുപോലെ ഹെഡ് ലൈമ്പ്, ഹൈ ബീം കാര്യങ്ങളൊക്കെ കാണിക്കണം. പിന്നെ അതേപോലെ തന്നെ ചാർജിങ്, ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ പെർസെൻറ്റേജ്, ബാറ്ററി കാര്യങ്ങളൊക്കെ എത്ര റേഞ്ച് കിട്ടും, 180 കിലോമീറ്റർ 181 കിലോമീറ്ററാണ് നിലവിലുള്ള ചാർജിനകത്ത് കാണിക്കാം. പവർ കാര്യങ്ങളാണ്. പിന്നെ ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ ഹോണ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതേപോലെ ഹോണ്, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, സിഗ്നൽ, പിന്നെ അതേപോലെ തന്നെ ഡ്രൈവിംഗ് മോഡ്, ന്യൂട്രൽ, റിവേഴ്സ്, അതേപോലെ അതിനകത്ത് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, അതായത് പവർ കൂടാൻ വേണ്ടിയിട്ടുള്ള പവർ ആ ഒരു ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു നമുക്കൊരു പേഴ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ചാർജിങ് സ്ലോട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഇവിടെയും ഒരു ചാർജിങ് സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ബോക്സാണ് വരുന്നത്, ഒരു ടൂൾ ബോക്സ് ഒക്കെ, നമുക്ക് FA ബോക്സ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ബോക്സ്. ഇത് കുറച്ചുകൂടി വലുപ്പം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വളരെ വലിപ്പം കുറവാണ്. നമ്മൾ TVSനകത്ത്, നമ്മൾ EVനകത്ത് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പമുണ്ട്. പിന്നെ TVSനകത്ത് റൈറ്റ് സൈഡിലാണ് നമുക്ക് റൈറ്റ് ഹാൻഡിലാണ് ഹോണ് വരുന്നത്. ഇതിനകത്ത് ലെഫ്റ്റ് ഹാൻഡിലിനകത്ത് ഹോണ് വരുന്നത്. പിന്നെ വൈപ്പറിൻ്റെ സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്പീക്കേഴ്സിൻ്റെ ചെറിയൊരു ഡിസൈന് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെറിയൊരു സ്റ്റാൻഡ് പോലെയുള്ളൊരു ചെറിയൊരു ചെയ്യാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഹസാർഡ് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയാണ് വരുന്നത്. ലൈറ്റ് സ്വിച്ചസ്, പിന്നെ എക്സ്ട്രാ സ്വിച്ചസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിയും. അത്യാവശ്യം നല്ല വീതി വിസ്താരത്തിൽ. പിന്നെ സൈഡിൽ നമ്മുടെ സീറ്റ് മൊത്തത്തിൽ ഒരു ലെങ്ത്തായിട്ടാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തുള്ളത്. ഇനി ഈ വാഹനത്തിൻ്റെ ബോഡി നോക്കുകയാണെങ്കിൽ മെറ്റൽ ബോഡിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിം കാര്യങ്ങളൊക്കെ മെറ്റലാണ്. പിന്നെ ഇതിൻ്റെ റൂഫ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ മെറ്റൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. റൂഫിൽ കാര്യങ്ങളൊക്കെ ഈ രീതിയിലുള്ള കമ്പനി ഈ രീതിയിലാണ് ഡിസൈൻ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറമെ എക്സ്ട്രാ ബോഡി വർക്ക്, റൂഫ് വർക്കൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ പരമാവധി നമ്മൾ ഇലക്ട്രിക് ഓട്ടോകൾ എടുക്കുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കാര്യമായിട്ട് വെയിറ്റ് കയറ്റാതെ നല്ല രീതിയിൽ അതേ രീതിയിൽ പരമാവധി കമ്പനി എങ്ങനെയാണോ ഇറക്കുന്നത് ആ രീതിയിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഇതൊരു കൊമേഴ്ഷ്യൽ വെഹിക്കിളാണത്. അപ്പോൾ നമ്മളൊരു പ്രോഫിറ്റ് ഉദ്ദേശിച്ചാണ് സ്വാഭാവികമായിട്ടും നമുക്ക് ലാഭം ഉണ്ടാക്കുക എന്നതാണല്ലോ ഇലക്ട്രിക് വാഹനങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പരമാവധി ഇതിൻ്റെ മുകളിൽ എക്സ്ട്രാ വർക്ക്, ബോഡി വർക്കുകൾ എടുക്കാതിരിക്കുക എന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നമുക്ക് ഈ വാഹനത്തിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി നോക്കാം. ഇതിനകത്ത് 5 ആളുകൾക്ക് അനായാസേന ഇരിക്കാൻ കഴിയും. അതേപോലെ തന്നെ ഒരു ചെറിയൊരു സ്റ്റെപ്പ്, പ്രായമുള്ള ആളുകൾക്കൊക്കെ കയറാനുള്ള ഒരു ചെറിയ സ്റ്റെപ്പ്. പിന്നെ ഇതിൽ വീതി വിസ്താരമായിട്ടുള്ള അത്യാവശ്യം നല്ല ലെഗ് സ്പേസ്, ഇരുന്നാലും ഒരുപാട് സ്പേസ് നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സാണ് ഇതിനകത്ത് വന്നിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 176 ഹൈറ്റുള്ള ഞാൻ ഇരുന്നാൽ പോലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അത്രയും സ്പേസ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ വലിയ വിശാലമായിട്ട്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്കൂൾ കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കാൻ കഴിയും എന്നതും ഈ ഒരു വാഹനത്തിൻ്റെ വലിയൊരു ഹൈലൈറ്റാണ്. പിന്നെ ഇതിൻ്റെ പിറകിൽ, അതായത് 7 സീറ്റ് ഓപ്ഷൻ വേണം ഈ വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു ഹാൻഡിൽ ഇവിടെ കണ്ടല്ലോ, ഈ ഒരു ഹാൻഡിൽ ഇവിടെയും ചില വാഹനത്തിൻ്റെ വരുന്നുണ്ട്. ഇവിടെയും ഒരു സീറ്റ്, ഈ ഭാഗത്തൊരു സീറ്റ്, പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിൽ 2 സൈഡിലും സീറ്റായിട്ട് ആ രീതിയിൽ
അറേഞ്ച് ചെയ്തിട്ടും ഈ ഒരു വാഹനം വരുന്നുണ്ട്. അതിനകത്ത് 50,000 രൂപ കൂടുതലാണ്. ഇപ്പോൾ 4,69,000 ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് വരുന്നതെങ്കിൽ അതിനകത്ത് 5 ലക്ഷത്തിൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് അത്ര വാല്യൂ ഫോർ ദ മണിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത്രയും ലഗേജ് ഈ വാഹനത്തിനകത്ത് കയറ്റാൻ കഴിയുമെന്നാണ് ബജാജ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പറയുന്നതല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സ്പേസ് നമ്മൾ പിറകിൽ വാഹനത്തിൽ കൊടുത്തു. ഈ വാഹനത്തിൻ്റെ പിറകിൽ സ്പേസ്, നേരത്തെ നമ്മൾ സ്പേസ് കണ്ടു, പിറകിൽ സ്പേസ് നോക്കുകയാണെങ്കിൽ നല്ല മാക്സിമം എക്സ്വൈഡിൻ്റെ സമാനമായ സ്പേസ്. ഒരു ആപ്പ് ഓട്ടോറിക്ഷ, നേരത്തെ ഉണ്ടായിരുന്ന ആപ്പ് ഓട്ടോറിക്ഷ, പിയാജിയുടെ ആപ്പ് ഓട്ടോറിക്ഷക്ക് സമാനമായിട്ടുള്ള മാക്സിമം എക്സ്വൈഡിൻ്റെ അതേ ഒരു സ്പേസ് തന്നെയാണ്. അപ്പോൾ ലഗേജ് ഒരു ഫാമിലിക്കൊക്കെ, വലിയൊരു ഫാമിലിക്കൊക്കെ യാത്ര ചെയ്യാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇപ്പോൾ നിലവിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ചെറിയ വാഹനങ്ങളാണ്. ഇത്രയും വലുപ്പമുള്ള വാഹനം ഇലക്ട്രിക് EVക്കകത്ത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ബജാജ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇപ്പോൾ EVക്കകത്ത് ഈ ഒരു വാഹനം ഇറക്കിയിരിക്കുന്നത്. പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സീറ്റ് വേണമെങ്കിൽ നമുക്ക് മടക്കിയിട്ടും ഒരു വാഹനമായിട്ട് നമുക്ക് കൊണ്ടു കിടക്കാൻ കഴിയും. ഒരു പാസഞ്ചേഴ്സ് വെഹിക്കിളിന് പകരം നമുക്ക് വേണമെങ്കിൽ ലോഡ് കയറ്റിക്കൊണ്ടും വേണമെങ്കിൽ ഈ ഒരു വാഹനം നമുക്ക് കൊണ്ട് നടക്കാൻ കഴിയും. കാരണം ഇത്രയും സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് ലഭിക്കും. ഈ സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് സീറ്റ് മടക്കിയിടാണെങ്കിൽ ഇത്രയും സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് ലഭിക്കുമെന്നത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ്. അത്യാവശ്യം നമുക്ക് പാല്, മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഈ ഒരു വാഹനം, പാല്, മറ്റ് അവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു വാഹനമായിട്ടും നമുക്ക് ബജാജിൻ്റെ ഈ വീഗോ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ വീൽ സൈസ് നോക്കുകയാണെങ്കിൽ 130/80/12 ഇതിൻ്റെ വീൽ സൈസ് വരുന്നത്. ജേക്കയുടെ ടയറാണ് കൊടുത്തിരിക്കുന്നത്. ബോഡി കാര്യങ്ങളൊക്കെ മെറ്റൽ ബോഡിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. മൊത്തത്തിൽ മെറ്റൽ ബോഡിയാണ്, ഫൈബർ ബോഡി ആയിട്ട് വാഹനത്തിൻ്റെ റേഞ്ച് കുറക്കുന്ന ആ രീതിയിലുള്ള. അതേപോലെ തന്നെ പിറകിലെ സൈസും അങ്ങനെ തന്നെയാണ്. അത്യാവശ്യം നല്ല സസ്പെൻഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മോട്ടോർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം. ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബലൂണുകൾ ഇതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോട്ടോർ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലാണ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗം ഇങ്ങനെയാണ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ മോട്ടോർ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലാണ് വരുന്നത്. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. മോട്ടർ ഇതിന് തൊട്ട് താഴെയാണ് വരുന്നത്. ആ മോട്ടർ കവർ ചെയ്തിട്ട് ഒരു ചെറിയൊരു ഫൈബറിൻ്റെ ഒരു കവറിങ് കാണാൻ സാധിക്കും. അപ്പോൾ സാധാരണ നമ്മൾ ഓട്ടോറിക്ഷയിൽ കാണുന്ന രീതിയിൽ തന്നെയാണ്. വാഹനത്തിൻ്റെ അടിഭാഗത്ത് നിന്ന്, പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്നും, അതേപോലെ സസ്പെൻഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഒന്നും നമുക്ക് തട്ടുന്ന രീതിയിൽ, റോഡിലോട്ട് തട്ടുന്ന രീതിയിലുള്ള ഒരു പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. വളരെ കൃത്യമായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കൊരു പക്ഷേ പറയാൻ കഴിയും. വളരെ കൃത്യമായി വളരെ നല്ല രീതിയിലുള്ള പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ തന്നെയാണ്. മോട്ടറാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മോട്ടർ കവർ ചെയ്തുകൊണ്ടുള്ള ചളികളും മണ്ണോ കാര്യങ്ങളൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്തൊരു കാഴ്ചയാണ്. അതേപോലെ തന്നെ ഈ വാഹനത്തിന് ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. അതായത് ഇപ്പോൾ നിലവിൽ ഈ ഒരു വാഹനം നിർത്തിയിട്ടിരിക്കുന്നത് ഒരു കുത്തനെയുള്ള ഒരു സ്പേസിലാണ്. അതായത് അത് ഡെമോച്ച് അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കട്ടയോ കല്ലോ മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വണ്ടി നിർത്തിയത് അല്ല എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് വാഹനത്തിൻ്റെ വീലിൻ്റെ ചുവട്ടിൽ നിന്നും ഞാൻ വീഡിയോ എടുത്ത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ആ രീതിയിലാണ്, കുത്തനെയുള്ള ഒരു സ്പേസിലാണ് ഈ വാഹനം നിർത്തിയിട്ടിരിക്കുന്നത്. അതായത് ഈ ഒരു വാഹനം ഉയർന്ന സ്പേസിൽ നിർത്തിയിട്ടാൽ പോലും, ആ കുന്നുപോലെയുള്ള സ്പേസിൽ നിർത്തിയിട്ടാൽ പോലും പെട്ടെന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരില്ല. ഹാൻഡ് ബ്രേക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹിൽ ഹോൾഡ് അസിസ്റ്റിൽ നിൽക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഹിൽ ഹോൾഡ് അസിസ്റ്റിനകത്ത് മാറും. ആ രീതിയിലേക്ക് നിർത്തിയിട്ടാൽ പോലും വാഹനം താഴോട്ടേക്ക് ഇറങ്ങി വരില്ല എന്നതിൻ്റെ ഒരു കാഴ്ചയാണ്. നമ്മളിപ്പോൾ മണിക്കൂറുകളോളം നിർത്തിയിട്ട ഒരു വാഹനമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. 4,69,000 ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ലഭ്യമാണ്. അപ്പോൾ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഏകദേശം 30ഓളം വാഹനങ്ങളാണ് ഡെലിവറി ചെയ്യാൻ വേണ്ടി ചാവി നൽകിക്കൊണ്ട് ഈ ഒരു വാഹനം ഷോറൂമിൽ കോഴിക്കോട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലോഞ്ചിങ് ആണ് കോഴിക്കോട് താജ് ഹോട്ടലിൽ നടന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാഹനത്തെപ്പറ്റി കൂടുതൽ അറിയാനും അതോടൊപ്പം തന്നെ ടെസ്റ്റ് ഡ്രൈവ് മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതാത് ഷോറൂമുകളിൽ സന്ദർശിക്കാവുന്നതാണ്. വടകരയിലെ ഷോറൂമിൽ നിങ്ങൾക്ക് വടകരയിൽ നിന്ന് വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമ്പർ നൽകാം. തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യാം. ഈ വാഹനത്തിന് കമ്പനി പറയുന്ന കൃത്യമായ മൈലേജ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ
പരമാവധി ഇതിൻ്റെ മുകളിൽ ബോഡി വർക്ക് ചെയ്യാതിരിക്കുക. അതായത് റൂഫിൻ്റെ മുകളിൽ വർക്ക്, അതേപോലെ തന്നെ പൈപ്പുകളൊക്കെ ബെൽഡ് ചെയ്ത് അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ പരമാവധി ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ കമ്പനി പറയുന്ന മൈലേജ് കൃത്യമായ ഏകദേശം കിട്ടാനൊക്കെ കാരണമാകും. വെറുതെ എക്സ്ട്രാ നമ്മൾ ഫിറ്റിങ്സ് ഇതിനുള്ള കാട്ടുമ്പോൾ അത്രയും വെയിറ്റ് വരുമ്പോൾ നമ്മളെ വാഹനത്തിൻ്റെ മൈലേജ് കുറയുകയാണ്. ഇതൊരു കൊമേഴ്ഷ്യൽ വാഹനമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ. ഇനി ഓട്ടോ തൊഴിലാളികളിൽ നിന്ന് കുറച്ച് അഭിപ്രായങ്ങളോടുകൂടി നമുക്ക് കേട്ടു നോക്കാം അവരുടെ സജഷൻസ്. Requesting that if we can increase the charge points, it will be good because so many vehicles are there, but there are less charge points. So if we can, Bajaj can take an initiative on this, it will be great to increase the charge points. It's a good feedback. We are already working on it already with our dealership. Let's say I'm talking Calicut and the corresponding area. We have already developed certain points, outlets where charging facility is available. But apart from that, we are also talking to our charging partners, the Kazam, Bolt, to install more charging points within the city. We are in a process of identifying with our dealer specific points where we can actually install them and it will be easier for the customers to reach out. So your point is very good. It's a very good feedback. We are trying to work on it. Hopefully in this year you will see a bit more charging points and it will be helpful for all. നമ്മളെ വണ്ടി ഇപ്പൊ എവിടെയെങ്കിലും ബൈക്കിൽ കുടുങ്ങി കഴിഞ്ഞാൽ അതായത് വണ്ടി ഓടി ഇരിക്കുന്ന സാധനമാവും. അപ്പൊ ഇത് മെയിൻ്റെനൻസ് വരുന്ന സമയത്ത് സമയം എടുക്കുന്ന പ്രശ്നമുണ്ട്. കാരണം പൂനെയിൽ പോയിട്ട് വരുന്ന സംഭവം. കാരണം ഇതിന് പൂനെയിൽ സാധനം വരണം, എന്തെങ്കിലും പാർട്സ് വാങ്ങണമെങ്കിൽ, സ്പെയർ പാർട്സ് വേണമെങ്കിൽ. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. Okay. So what he is also saying is that നമ്മളെ ഈ വണ്ടി when there is maintenance, because they are using Bajaj vehicles even before. So those things are getting, if they are getting repaired and all also, it's taking long time for the entire thing to come because it's going to Pune and then coming back. The gap is there. കോഴിക്കോട് സംബന്ധിച്ചോളം കോഴിക്കോട് എൻകെ മോട്ടോഴ്സ് നമ്മുടെ ഡീലർ. എൻകെ മോട്ടോഴ്സിനൊക്കെ നമ്മൾ വണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡീലിംഗ് ആണ്. ആ ഡീലിംഗ് നമുക്ക് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ബജാജ് കമ്പനി കൂടെ അവരെ സഹായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. കാരണം ഇതിലിപ്പോ നമ്മള് 600 ചില്ലാനം വരുന്ന വണ്ടി 600-ൽ പരം വണ്ടികൾ ഇപ്പൊ കഴിഞ്ഞ 2 കൊല്ലത്തിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഇറങ്ങിയ വണ്ടികളൊക്കെ തന്നെ മെയിൻ്റെനൻസ് വന്ന് തുടങ്ങിയ ഈ മെയിൻ്റെനൻസ് വന്ന് തുടങ്ങുന്ന സമയത്ത് ഇത് എൻകെ മോട്ടോഴ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിരാശരായി പോവാം. കാരണം കമ്പനിയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ അടുത്ത് കിട്ടുന്ന റീസൺ. കാരണം എന്താ വെച്ചാൽ അതിന് ഒരു പരിഹാരം നിർബന്ധമായിട്ട് വേണം. പ്രത്യേകിച്ച് ബ്രേക്ക് പൈപ്പ് പോലത്തെ സംഭവം. ബ്രേക്ക് പൈപ്പ് ഒക്കെ എന്താണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ മാനുഫാക്ചറിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വന്ന വണ്ടികൾക്ക് മാനുഫാക്ചറിൽ വന്ന പ്രശ്നം എന്താ വെച്ചാൽ ബ്രേക്ക് പൈപ്പ് നമ്മളെ ഡീസൽ വണ്ടി അതുപോലെ തന്നെ CNG വണ്ടിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിന് മുകളിൽ ഈ വണ്ടിന്റെ മാനുഫാക്ചറിൽ ഒരുപാട് ഫോൾട്ട് വന്നിട്ടുണ്ട്. ആ ഫോൾട്ട് നമ്മളെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ ഈ EV വണ്ടി ഓട്ടുന്ന ഡ്രൈവർമാരൊക്കെ അവരെ പോയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മഞ്ജുനാഥ് സാറൊക്കെ ആ ബാറ്ററിന്റെ കമ്പനിയിൽ നിന്ന് ആള് വരണം. അപ്പൊ അങ്ങനത്തെ ഡിഫറൻസ് നമ്മളെ തൊഴിലാളികൾക്ക് നല്ലോണം നല്ല ഇടയിൽ നമ്മുടെ ഈ EMI അടക്കാനും അതുപോലെ നമ്മുടെ ജീവിതം പുലർത്താനും പ്രയാസപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഈ കമ്പനിന്റെ മാനേജ്മെന്റ് എല്ലാവരും ഉത്തരവാദപ്പെട്ട ആൾക്കാർ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. അത് പരിഹരിക്കാനുള്ള ഒരു മാർഗം എത്രയും പെട്ടെന്ന് ചെയ്തെങ്കിൽ മാത്രമേ ഇതൊക്കെ ലോഞ്ചിങ്ങും അതുപോലെ ഇനിയും വണ്ടികൾ പുതിയ ടെക്നിക്കലും കാര്യമായി ബന്ധപ്പെട്ട് നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കുള്ളൂ എന്നാ പറയുന്നത്. So what he's saying is that, you know, when there is a repair, the time gap. In the beginning, for the parts, whatever we said, arranging and delay from TACO and who is handling the battery, we agreed. We are improving on it. Definitely, we will see the improved experience. That's what we need to conclude. And even some brake pipe and other things also, he was telling the feedback. That also we noted. And we have done the action also on all the vehicle. I think 100% universe all the vehicle. We have done the brake pipe treatment. We have done for the rusting issue. Yeah? That everything we have noted, that known issue only we are addressed and we will be reducing the tag of the customer. We understood the pain of the customer who is unable to pay the EMI in time and the vehicle is off road. Even in few cases we supported the customer also on EMI, case to case basis. Yeah. So, ബ്രേക്ക് പൈപ്പിലുള്ള പ്രശ്നങ്ങളില്ല. അത് കണ്ട് അത് വേണ്ട രീതിയിലുള്ള റെക്ടിഫിക്കേഷൻ അതായത് തിരുത്തുള്ളത് നമ്മൾ ചെയ്തു. ഇനി മുമ്പോട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഫാസ്റ്റ്നെസ് അതായത് വേണ്ട രീതിയിലുള്ള സ്പീഡായിട്ട് ആ പ്രോസസ് നമ്മൾ ചെയ്തു തരും എന്നുള്ള ഉറപ്പാണ് നമ്മൾ സൈഡിൽ തരും. നിങ്ങൾക്ക് എന്തെങ്കിലും 1-to-1 എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഇവിടെ തന്നെ നിങ്ങൾ വരിക, നമുക്ക് സംസാരിക്കാം, അദ്ദേഹത്തിന്റെ കേസ് പറയാം. പിന്നെ എവിടേക്കും നമുക്ക് വരുമാനമുണ്ട് എന്ന് ഡ്രൈവർക്ക് തോന്നട്ടെ. 5 വർഷം അല്ലെങ്കിൽ 1,20,000 കിലോമീറ്റർ പെർ ഇയർ 30,000. എന്ത് കിട്ടുന്നത് 30,000 കിലോമീറ്റർ ഓടിയാൽ ഒരു ഡ്രൈവർക്ക്, ഒരു ഓണർക്ക്. അപ്പൊ അതൊന്ന് വർദ്ധിപ്പിക്കണ്ടേ? നമ്മള് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ബജാജ് മാറുന്നുണ്ട്, ഇത് സംശയമില്ല. പക്ഷേ ആ കണക്ക് കൂടി ഒന്ന് മാറണം. അതുകൂടി മാറിയാലേ നമുക്ക് ഒന്നുകൂടി ചെയ്യാം. So 5 years
1,20,000 kilometer warranty currently we are giving. So your question is, if a customer drive 30,000 kilometer, how he can manage his day to. We noted your point, sir. But currently, technical challenge is only that much. After that, it is a technical battery. It will go. Cells will go. ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾക്ക് വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാൻ ഉള്ള ആശങ്കകളാണ് അവരെ പങ്കുവച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ മറുപടിയും ലഭിച്ചു. എന്തായാലും വാഹനത്തിന് 30,000 കിലോമീറ്റർ ഒരു വർഷത്തേക്ക് ഒരു 30,000 കിലോമീറ്റർ പോരാ, അത് കുറച്ചുകൂടി കിലോമീറ്റർ അധികം കമ്പനി നൽകേണ്ടതായിരുന്നു എന്നൊക്കെയുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള ടെക്നിക്കൽ സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്ര കിലോമീറ്റർ നൽകിയതെന്നും കൂടുതൽ ബാറ്ററി റീപ്ലേസ്മെൻ്റ് അടക്കമുള്ള മുഴുവൻ റീപ്ലേസ്മെൻ്റ് അടക്കമുള്ള വർക്കുകൾ വാഹനത്തിന് എന്തായാലും വരില്ല. ഇൻ കേസ് കംപ്ലൈൻറ്റ് വന്നാൽ പോലും ചില സെല്ലുകൾ മാത്രമേ മാറ്റേണ്ടി വരും എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റമേഴ്സിന് നൽകിയ മറുപടി. എന്തായാലും ഒരുപാട് വാഹനങ്ങൾ നിലവിൽ ഓൾറെഡി ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. അത്ര വാഹനങ്ങൾ 4-5 വർഷമോ അല്ല 3-4 വർഷമൊക്കെ വാഹനം ഓടിക്കുന്ന ആളുകളുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ഒരു റിവ്യൂ കൂടി എന്തായാലും നമ്മൾ ഒരു അടുത്ത വീഡിയോനകത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതാനും ചില പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ മാത്രമാണ് നമ്മൾ കളക്ട് ചെയ്തത്. ചില ഇതൊക്കെ അവർക്ക് ഇതിൻ്റെ കമ്പനിയുടെ ഹെഡിൽ നിന്നൊക്കെ വന്ന ആളുകളായതുകൊണ്ട് ചില മലയാളത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ പറയാൻ കഴിഞ്ഞിട്ടില്ല. ചില ഭാഗങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ്. ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ മലയാളത്തിലേക്ക് ഒന്ന് ജസ്റ്റ് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.